ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളായിട്ട് ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുകയാണ്. കുറേ നാളായി. ഇപ്പോഴാണ് സമയം കിട്ടിയത്. ആൻഡ് മോറോവർ നിങ്ങളുടെ മുന്നിൽ ഭയങ്കര പ്രസൻറ്റബിളായിട്ട് ഒരുങ്ങി നല്ല വൃത്തിക്ക് വന്ന് പ്രസൻറ്റ് ചെയ്യണമെന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ടൈം എടുത്തത്. പക്ഷേ ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത് നടക്കത്തില്ല. കാരണം മദർഹുഡ് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏറ്റവും കിട്ടാത്ത സമയമായിരിക്കും. ഒന്നിനും സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് വീഡിയോ ഇടാം ആദ്യം. ഓക്കെ, ഞാൻ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും കേൾക്കുവാണെങ്കിൽ സോറി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മാറ്ററിലോട്ട് കിടക്കാം. നിങ്ങൾ മദർ, ഇഫ് യു ആർ പ്രഗ്നൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം ബേസിക്കായിട്ട് എന്നുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് എൻ്റെതൊരു ആക്സിഡൻറ്റിലായിരുന്നു. ബട്ട് ഐ ആം ഹാപ്പി. ഇൻഫാക്റ്റ് അങ്ങനെ പറഞ്ഞല്ല, ആക്സിഡൻറ്റിലായിരുന്നു. ആൻഡ് ഐ ഫെൽ ലൈക്ക് ഓക്കെ, ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള മട്ടായിരുന്നു. ബട്ട് ഇഫ് യു ആർ, നിങ്ങളും അതുപോലെയാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് എന്ന് പറയാനാണ് ഞാൻ മെയിനായിട്ട് വന്നത്. ഇപ്പം ഒരു ബേബി ഉണ്ടാവുക അല്ലെങ്കിൽ അതിനെ നർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗോ വിത്ത് ദ ഫ്ലോ ആ ഒരു പ്ലാനിൽ നടക്കത്തില്ല ഓണസ്റ്റ്ലി. നമ്മൾ പിന്നെ അങ്ങനെ ആവും, ഒബിയസ്ലി അങ്ങനെ ആയാലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമ്മളാവും. പക്ഷേ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. നമുക്ക് ഒരുപാട് പേഷ്യൻസ് വേണം. ഫസ്റ്റ് തിങ്, പേഷ്യൻസ് എന്ന് പറയുന്നത് എത്ര ഒരു 100+ വേണം. എക്സ്പെഷ്യലി ഈ ഒരു ടൈമിലൊക്കെ ജനറൽ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു ടേം ഭയങ്കര ഒരു നോട്ടബിൾ ആയതുകൊണ്ട്, അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു നല്ലൊരു പാരൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ പ്രിഫർ നിങ്ങളതിനു മുന്നേ ഒരുപാട് പ്രിപ്പറേഷൻസ് എടുക്കാനുണ്ട്. ഫസ്റ്റ് ഇപ്പം നിങ്ങൾ പിന്നെ ഒരുപാട് നാളായിട്ട് നോക്കുന്നുണ്ട്, നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ സഡനായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു 20 to 30 ഏജിൽ, ഇപ്പം ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് 30യുടെ അകത്തും യു മസ്റ്റ് ബി എ പാരൻറ്റ്. അങ്ങനെ ഞാനും എൻ്റെ ഒരു പ്രഗ്നൻ്റായി ഐ തിങ്ക് ഒരു 2 months ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ 30 കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുന്ന കാര്യം സീനാണ്. കാരണം നമ്മൾ അത്രയ്ക്ക് നമ്മുടെ ബോഡി അങ്ങ് വീക്കാവും. ബട്ട് പിന്നെ ഇപ്പം എൻ്റെ ബേബിക്ക് ഒരു 8 months അടുപ്പിച്ചാവാറായി. ഇപ്പം ഞാൻ വിളിച്ച് പറയും വേണ്ട, സ്ലോ ആയിട്ട് മതി. ആ ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്ക് ആ സമയത്ത് നമ്മൾ ഭയങ്കര വീക്കായിരിക്കും, മെൻ്റലി ഫിസിക്കലി ഭയങ്കര വീക്കായിരിക്കും. എനിക്ക് സി സെക്ഷൻ കൂടെ ആയിരുന്നുകൊണ്ട് നമുക്കൊന്നും എഴുന്നേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഭയങ്കര ഡിപ്പെൻഡബിളാണ്. അപ്പോൾ കുഞ്ഞിന് നമുക്ക് ആവശ്യത്തിനുള്ള കെയർ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ട് വരുന്ന സമയമായിരിക്കും. ആ സമയത്ത് നമ്മൾ അറ്റ് ദിസ് ഏജ് നമുക്കിത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഏജ് കൂടി വരുന്നവരും നമ്മൾ വീക്കായല്ലേ, ഫിസിക്കലി നമ്മൾ വീക്കായിക്കൊണ്ട് വരും. നമ്മളിപ്പോൾ എത്ര സ്ട്രോങ് ആവാൻ നോക്കിയാലും ഏജിങ് ഈസ് എ ഫാക്റ്റ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. സോ ആ ഒരു റഷിൽ ഞാൻ വിളിച്ചിങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിസിക്കലി നമുക്ക് സ്ട്രെങ്തൻ ചെയ്തെടുക്കാം. നിങ്ങളിങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഗുഡ് ആയിരുന്നാൽ മതി. നിങ്ങൾ നല്ല ഹെൽത്ത് നോക്കുക, നല്ല ഫുഡ് കഴിക്കുക, ഗുഡ് എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ബട്ട് മെൻ്റലി ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് യുവർ മെൻ്റൽ പീസ് ഈസ് യുവർ ബേബീസ് മെൻ്റൽ പീസ്. കാരണം നിങ്ങൾ എപ്പോഴും വഴക്കാണ്, നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ. ഇപ്പം നമുക്കൊക്കെ ഉണ്ടായ പോലൊരു ട്രോമ നമ്മുടെ അമ്മമാരെല്ലാം ഇതെടുത്ത് നമ്മുടെ മണ്ടയിലാണ് ഇടുന്നത്, അല്ലേ? വേറെ ആരുടെ അടി ഉണ്ടാക്കിയാലും ഇപ്പോൾ അച്ഛനടുത്ത് അടി കൂടിയാലും ചിലപ്പോൾ അടി കിട്ടുന്നത് നമുക്കായിരിക്കും. അങ്ങനൊരു പാരൻറ്റിങ് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യുക. ഒരു ആരെയാണോ, ഡോക്ടറിനെയോ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ. ഫസ്റ്റ് തിങ്, നിങ്ങളുടെ മെൻ്റൽ പീസ് നിങ്ങൾ നല്ലതായിട്ട് കൊണ്ടു നടക്കുക. ആൻഡ് നിങ്ങൾ ഫുള്ളി റെഡിയാണെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക. മദർഹുഡ് ഈസ് നോട്ട് ജോക്ക്. നിങ്ങൾക്ക് ചിലപ്പം നോക്കാൻ ആളുണ്ടായിരിക്കാം, ആളില്ലായിരിക്കാം, എനി സിറ്റുവേഷൻ. പക്ഷേ
നിങ്ങളുടെ സൈഡിൽ നിന്ന് ആസ് എ മദർ നിങ്ങളിടാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ്, ഭയങ്കരമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ ഹെൽത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം. നിങ്ങൾ ബ്രസ്റ്റ് ഫീഡാണോ ചെയ്യുന്നത്, ഫോർമുല ആണോ കൊടുക്കുന്നത്, എന്തൊക്കെയാണെങ്കിലും ഒരു മേജർ പാർട്ട് ഓഫ് യുവർ ടൈം ആൻഡ് വെൽബീങ് ബേബിക്ക് വേണ്ടി പോകും. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെ സമയമുണ്ടോ എന്ന് അറിയത്തില്ല. അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഫിനാൻഷ്യലി നല്ല ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫൈൻ, ഗുഡ്, ഫിനാൻഷ്യലി ഓക്കെ ആണ് ആൻഡ് നിങ്ങൾ ഈ പ്രോസസ്സിനും റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഫിനാൻഷ്യലി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കതാണ് തോന്നുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതാ, നമ്മൾ ഈ ചില കാണുമ്പോഴത്തേക്ക് തോന്നത്തില്ലേ അങ്ങനെയൊന്നും അല്ല, ഇറ്റ് വിൽ ഗോ വിത്ത് ദ ഫ്ലോ. പ്ലീസ് ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ഫുൾ ആവരുത്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് പറയും പ്രസവിച്ചിങ് തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം. ഡോണ്ട് ബിലീവ്. നിങ്ങൾ തന്നെ നോക്കണം. നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ, ദാറ്റ്സ് ദ ഫാക്റ്റ്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വൺ, പീസ് ഓഫ് മൈൻഡ്. നിങ്ങൾ നല്ല ഒരു മെൻ്റൽ പീസിലായിരിക്കുന്ന സമയത്തായിരിക്കണം. അത് നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. സെക്കൻഡ്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബേബിക്ക് വേണ്ടിയിട്ട് നല്ല എക്സ്പെൻസ് ആണ്. ദേ ആർ ടു എക്സ്പെൻസീവ് ഇൻഫാക്റ്റ്. അത് കൂടിയേ വരത്തുള്ളൂ, കുറഞ്ഞ് വരത്തില്ല. സോ ബി റെഡി ഫോർ ഇറ്റ്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹസ്ബൻഡ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ഹസ്ബൻഡും അതിന് റെഡിയാണോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നിങ്ങൾ റെഡിയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് റെഡിയല്ല, നിങ്ങളെല്ലാം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി പോയിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. നിങ്ങൾ അതിലെത്തി കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ സമയത്ത് ആര് സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇഫ് യുവർ ഹസ്ബൻഡ് ഈസ് ദെയർ ഫോർ യു, ഇറ്റ് ഫീൽ ഡിഫറെൻറ്റ്. അതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നല്ലൊരു ഡോക്ടർ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡോക്ടറിൻ്റെ ഹൗ ദേ ട്രീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ സ്ട്രെങ്ത് തരും നിങ്ങൾക്ക്. പിന്നെ ഉള്ളത്, കുഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മറക്കാണ്ടിരിക്കുക. യുവർ സപ്ലിമെൻറ്റ്സ്, ടാബ്ലറ്റ്സ്, ഫുഡ്, ഇതെല്ലാം കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞ് ആ സൈഡിൽ കൂടെ അങ്ങ് വളരുമായിരിക്കും, പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു പ്രഷറിൽ ഇതെല്ലാം മറന്നു പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റാണ്ടാവും. ലോസ് ആവുന്നത് ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈം. ഇറ്റ്സ് ടൈം. നിങ്ങൾക്ക് അത്രയ്ക്ക് സമയം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ മാത്രം ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് ഇറ്റ്. ആൻഡ് എന്തെങ്കിലും ഇപ്പോൾ സോളിഡ്സ് എന്തൊക്കെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ല വീഡിയോ എടുത്ത്. സോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോമെൻറ്റ് ചെയ്യുക. ബൈ.